ചക്രവിധിയുടെ കർമ്മം മഹാദേവനെ സാക്ഷി വെച്ച് 12 രാശികളെ വരച്ച് വിധിച്ച് കണക്ക് വെച്ച് 12 രാശിയെ തെളിയിച്ചും കൊണ്ടാണ് കാലചക്രവിധിയുടെ കർമ്മത്തെ നമ്മൾ തുടങ്ങുന്നത്. അന്ന് ആ ഒരു മുഹൂർത്തത്തിൽ ആ ഒരു സമയം ഏത് രാശിയാണോ നമുക്ക് തെളിഞ്ഞു വരുന്നത് ആ രാശിയിൽ നിന്ന് തുടങ്ങിയുകൊണ്ട് 12 രാശിയെ സാക്ഷി വെച്ചുകൊണ്ട് ആണ് കാലചക്രവരി പൂജ കർമ്മങ്ങൾ തുടങ്ങുന്നത്. അത് അവസാനിപ്പിക്കുന്നത് വരെയുള്ള സമയങ്ങൾ ആ ബാക്കി വേലി കർമ്മത്തിൻ്റെ ഹോമ കർമ്മ ഇതുപോലെ ഇരിക്കും. ചില നക്ഷത്രങ്ങൾക്ക് നമുക്ക് ഉദയം കിട്ടുന്ന നക്ഷത്രത്തിൽ ദീർഘം കുറയും. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആ കർമ്മങ്ങൾ കുറച്ച് വേഗം നടക്കും. ചില സമയങ്ങളിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ചാണ് ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറ്. പിന്നീട് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന മലയ സമുദായത്തിൽപ്പെട്ട പൂർവികമായിരിക്കുന്ന നമ്മുടെ ആചാര്യന്മാർ പരമശിവന്റെ കണ്ണേറ് വാദിച്ചിട്ട് ആ കണ്ണേറെ തീർക്കുവാൻ വേണ്ടിയാണ് മലയ സമുദായം എന്ന ഈ മലയൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതിൽ മഹാഭാരത പെരുമലയും മഹാഭാരത പെരുമലേനും ഒന്നിച്ച് ആണ് മഹാദേവന്റെ കർമ്മങ്ങൾ ദോഷങ്ങൾ തീർത്തത്. അതേപോലെ നമ്മൾ തെയ്യകെട്ട് വിഷയമായാലും നമ്മളെ കർമാദികളായാലും മലയൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിലും ഉപാസന പോലെ അല്ലെങ്കിൽ അവർക്ക് ശക്തിയുടെ അനുഗ്രഹത്താൽ നമ്മളെ വീട്ടിൽ വെച്ചും കർമ്മസ്ഥലത്ത് വെച്ചും കൂടെ അതിന് വേണ്ടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുവാൻ വേണ്ടി നമ്മുടെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും വിധികളുണ്ട്. ഇന്നും എല്ലാ തറവാടുകളിലും നമ്മൾ തെയ്യത്തിന് പോകുന്ന സമയത്തും നമ്മളെ കൂടെ നിന്നും കൊണ്ട് തന്നെ എല്ലാ കർമ്മത്തിനും അവർ പങ്കെടുത്തുകൊണ്ടാണ് മലയ സമുദായത്തിലെ എല്ലാ കർമ്മങ്ങളും ചെയ്തു വരുന്നത്. കാലചക്രബലി നിങ്ങളുടെ ഇല്ല പാരമ്പര്യമായിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ അത്തരം പാരമ്പര്യത്തിലുള്ള ഒരു കാര്യം ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സംസാരിച്ചാൽ. മലയ സമുദായത്തിൽപ്പെട്ട പരമശിവന്റെ കണ്ണേർ തീർക്കുന്ന കാലത്ത് പല പല മുനീശ്വരന്മാരും നാരദൻ മുതലായുള്ള എല്ലാ സർവ്വദേവ ഐശ്വര്യം നടത്തി വരുന്ന ഓരോ ആൾക്കാർക്കും അന്ന് ഈ മഹാഭാരത പെരുമലിക്കും മഹാഭാരത പെരുമലിനും പകർന്നു കൊടുത്തിരിക്കുന്ന കർമ്മത്തിൻ്റെ വിധിയാണ് ഇന്ന് മലയൻ എന്ന സമുദായത്തിൽപ്പെട്ട നമ്മുടെ ആൾക്കാർ പല പല കർമ്മങ്ങളും അനുഷ്ഠിച്ചും ചെയ്തു വരുന്നത്. ഒരു ജപിച്ചുതൽ മുതൽ പച്ചമന്ത്രം മറികൊത്തൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പൂർവിക കർമ്മങ്ങൾ മലയ സമുദായത്തിൻ്റെ മലയനും മലിയും ചെയ്തു വരുന്നുണ്ട്. അത് പാരമ്പര്യമായിട്ട് അവർക്ക് പകർന്നു കിട്ടുന്നത് അച്ഛനിൽ നിന്നും വാസനയിൽ നിന്നും പകർന്നു കിട്ടുന്നത്. ഒരു വിവാഹത്തിൽ മലയ സമുദായത്തിൽ ഏകദേശം ഒരു 3/4 ഭാഗം ആൾക്കാരും പൊട്ട ദൈവത്തെ ഉപാസിച്ച് വരുന്നവരാണ്. അങ്ങനെ അവർക്ക് പാരമ്പര്യമായിട്ട് തറവാട്ട് പൊട്ടൻ ദൈവം, ഗുളിയൻ, ഭൈരവാദി പഞ്ചമൂർത്തികൾ, കുട്ടിച്ചാസ്തൻ അങ്ങനെ പാരമ്പര്യത്തിൽ ഓരോ ദേവന്മാരെ പകർന്ന് കിട്ടുന്നതും ആ ദേവനെ ഉപാസിച്ചും കൊണ്ട് ഈ കർമാദികൾ നടത്തിക്കൊണ്ട് പൂർവികമായിട്ട് നമ്മളെ കണ്ണേറ്റുമാരെ ചെല്ലി വരുന്ന തന്നെ ഒരുപാട് അതിനെക്കുറിച്ച് വിധിയുണ്ട്. അപ്പോൾ ചെറു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധജനങ്ങൾ വരെ ജനിക്കുന്ന സമയത്ത് മുതൽ മരിക്കുന്നവരെയും നമ്മളെ ഈ സമുദായത്തിൽപ്പെട്ടവരുടെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ്. അത് ഇന്നും പൂർവികമായിട്ട് സത്യസന്ധമായിട്ടും നമ്മളെ കുടുംബക്കാർ പകർന്ന് നടന്നിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും ഒരു ഉപജീവനെന്ന് മാത്രം പറഞ്ഞുകൂടാ, അവർ ദേശരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇല്ലെങ്കിൽ ഒരു കുടുംബരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ ഈ കർമാദികൾ ചെയ്തു പോരുന്നത്. ഇപ്പം ഈ മഹാമാഘത്തിൽ ഇപ്പം നടക്കുന്ന മഹാമാഘത്തിൽ ഈ കാലചക്ര ബലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അങ്ങയുടെ സങ്കല്പം? ഈ ഒരു ഇത്രയും വലിയൊരു കർമ്മങ്ങൾ നടക്കുന്ന കാലത്ത് നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത് അതിന് ഈ കാലത്തിന് ഇവിടെ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെയില്ല ഈ ദേവന്മാരും എൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഗുരുനാഥന്മാരും കൂടി ചേർന്നായിരിക്കും ഈ കർമ്മത്തിന് വേണ്ടി എന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് അവർ പകർന്നു തന്ന കാര്യത്തിൽ ഇന്ന് നമ്മളാൽ കഴിയുന്ന അതിനെ പരമാവധി പഠിച്ചുകൊണ്ട് ഒരു രണ്ടു തെറ്റാണ്ട് ഈ കർമ്മം ചെയ്യണമെന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഇവിടെ പങ്കെടുത്തത്. എൻ്റെ പാരമ്പര്യമായിരിക്കുന്ന ഗുരുനാഥന്മാരും ദൈവവും എന്നെ അതിൽ സഹായിക്കും. ഞാൻ ചെയ്യുന്ന കർമ്മം പൂർത്തിയാക്കി തരുന്നതിൽ ഉറപ്പ് കൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് കഴിഞ്ഞത്. ഭംഗിയായിട്ട് അത് നടക്കും.